റഷ്യ ഇതാ വലിയൊരു നിധിശേഖരം കണ്ടെത്തിയിരിക്കുന്നു. അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും നശിപ്പിക്കാൻ തക്ക വലിയ നിധിശേഖരം. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും എല്ലാവിധ അപ്രമാദിത്വങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പുടിന്റെ റഷ്യ കുതിച്ചു വളരുന്ന കാഴ്ച. റഷ്യൻ ഊർജങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ലോക പോലീസിന്റെ കണ്ണ് തള്ളിയ വളർച്ചയാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും റഷ്യ കൈവരിച്ചിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്ന കാര്യം അറിയാമല്ലോ. സൗദി കഴിഞ്ഞാൽ ഈ പട്ടികയിൽ രണ്ടാമതുള്ള പേര് റഷ്യ എന്നാണ്. കയറ്റുമതിയിൽ തൊട്ടുപിറകിലുണ്ടെങ്കിലും ആകെയുള്ള ക്രൂഡ് ഓയിൽ ശേഖരം കണക്കിലെടുക്കുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ അടുത്തെങ്ങും റഷ്യ എത്താറില്ല. എന്നാൽ ഇപ്പോഴിതാ സൗദി അറേബ്യയുടെ അറിയപ്പെടുന്ന എണ്ണ ശേഖരത്തിന്റെ ഇരട്ടി വലിപ്പമുള്ള വൻ എണ്ണ നിക്ഷേപം റഷ്യ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അന്റാർട്ടിക്കയിലെ വെഡൽ കടലിനടിയിലാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ച് ഈ കണ്ടെത്തൽ ഏറെ നിർണായകരമാണ്. അതേസമയം തന്നെ മറുവശത്ത് ആഗോള ഊർജ വിപണിയിൽ നിലവിലെ സമവാക്യങ്ങൾ മാറ്റിയെഴുതാനും ഉക്രൈനുമായുള്ള സംഘർഷം കൂടുതൽ ശക്തമാക്കാനും സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. അന്റാർട്ടിക്കയിലെ മഞ്ഞുമൂടിയ ഉപരിതലത്തിനിടയിൽ, പ്രത്യേകിച്ച് വെഡൽ കടലിനിടയിൽ ഏകദേശം 511 ബില്യൺ ബാരൽ എണ്ണശേഖരം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ എണ്ണ ശേഖരത്തെക്കാൾ വലുതും സൗദി അറേബ്യയുടെ പ്രധാന ശേഖരത്തിന്റെ ഇരട്ടിയിലധികവുമാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടെ നോർത്ത് സീൽസിൽ നിന്ന് വേർതിരിച്ചെടുത്ത മുഴുവൻ ക്രൂഡ് ഓയിലിന്റെ 10 ഇരട്ടിയോളം വലിപ്പമുള്ള ഈ ശേഖരത്തിൽ റഷ്യയ്ക്ക് വൻതോതിൽ എണ്ണ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് ആഗോള ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. അന്റാർട്ടിക്കയിൽ റഷ്യൻ ശാസ്ത്ര വിഭാഗം വർഷങ്ങളായി നടത്തുന്ന ഗവേഷണത്തിന് ഒടുവിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കണ്ടെത്തൽ അന്റാർട്ടിക് ഉടമ്പടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആശങ്കകളും ഉയർത്തിയിട്ടുമുണ്ട്. എണ്ണശേഖരം കണ്ടെത്തിയ വെഡൽ കടൽ UK തങ്ങളുടെ പ്രാദേശിക താൽപര്യങ്ങളുമായി അവകാശപ്പെടുന്ന അന്റാർട്ടിക്കയുടെ ഭാഗമാണ്. ഈ മേഖല ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന വാദത്തിനൊപ്പം തന്നെ ചിലിയും അർജന്റീനയും കൂടി പ്രദേശത്തിന് അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട്. മറ്റ് അവകാശവാദങ്ങളൊന്നും കണക്കിലെടുക്കാതെ സമീപ വർഷങ്ങളിൽ റഷ്യ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 1959 അന്റാർട്ടിക് ഉടമ്പടി ജനവാസമില്ലാത്ത ഈ ഭൂഖണ്ഡത്തെ സമാധാനപരമായ ശാസ്ത്ര ഗവേഷണത്തിനായി മാത്രം ഉപയോഗിക്കണമെന്നും സൈനിക പ്രവർത്തനങ്ങളോ വിഭവ ചൂഷണമോ നിരോധിക്കണമെന്നുമാണ് നിർദ്ദേശിക്കുന്നത്. US, UK തുടങ്ങിയ പാശ്ചാത്യ ശക്തികൾ സാമ്പത്തിക കൊള്ളയിൽ നിന്ന് അന്റാർട്ടിക്കയെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഉടമ്പടി രൂപീകരിച്ചത് പോലും. എന്നാൽ റഷ്യയുടെ ഈ ഇടപെടൽ ഉടമ്പടിയുടെ ലംഘനമായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ബാധിക്കുമോ? അന്റാർട്ടിക്കയിലെ ഈ ഭീമമായ എണ്ണശേഖര കണ്ടെത്തൽ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഏറെ ശ്രദ്ധേയവുമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ കണ്ടെത്തൽ റഷ്യയുടെ ഇതിനോടകം തന്നെ ശക്തമായ ഊർജ്ജശേഖരത്തെ വർദ്ധിപ്പിക്കുകയും എണ്ണ വ്യാപാരത്തിൽ നിന്നുള്ള അധിക വരുമാനം ഉപയോഗിച്ച് യുദ്ധയന്ത്രത്തിന് കൂടുതൽ ചിലവഴിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുകയും ചെയ്തു. റഷ്യയുടെ അടുത്ത സഖ്യകക്ഷിയും തന്ത്രപരമായ പങ്കാളിയുമായ ചൈന അന്റാർട്ടിക്കയിൽ തങ്ങളുടെ 5ാമത്തെ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇത് US നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾക്കിടയിൽ റഷ്യയും ചൈനയും ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കത്തിന് അടിത്തറ പാകുമോ എന്ന ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ ഊർജ്ജ വിപണിയിൽ റഷ്യയുടെ ആധിപത്യം എന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. സൗദി അറേബ്യയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരിൽ രണ്ടാമതുള്ള രാജ്യമാണ് റഷ്യ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ സൗദി അറേബ്യയുടെ എണ്ണ ശേഖരവുമായി താരതമ്യം ചെയ്യുമ്പോൾ റഷ്യയുടെ അറിയപ്പെടുന്ന ശേഖരം ഏകദേശം 80 ബില്യൺ ബാരൽ പിന്നിലാണ്. എന്നിരുന്നാലും 2025 ജൂലൈയിൽ അന്റാർട്ടിക്കയിലെ വെഡൽ കടലിനടിയിൽ കണ്ടെത്തിയ 511 ബില്യൺ ബാരൽ എണ്ണ ശേഖരം ഈ സമവാക്യങ്ങളെയൊക്കെ മാറ്റി എഴുതാൻ പോകുന്നത് തന്നെയാണ് എന്നാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത്. സൗദി അറേബ്യയുടെ ശേഖരത്തിന്റെ ഇരട്ടിയിലധികം വലിപ്പമുള്ള ഈ കണ്ടെത്തൽ ആഗോള ഊർജ വിപണിയിലും ഭൗമരാഷ്ട്രീയ ഗതിവിഗതികളിലും വൻ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ശക്തികളിൽ ഒന്നാണല്ലോ. 80 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരവും 500 മുതൽ 600 വർഷത്തേക്ക് മതിയായ കൽക്കരി ശേഖരവും ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരവും റഷ്യയെ ഊർജ വിപണിയിൽ അജയ്യമാക്കുന്നുണ്ട്. 2023 റഷ്യ 9.022 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ദിനംപ്രതി ഉൽപ്പാദിപ്പിച്ച രാഷ്ട്രമാണ്. എന്നാൽ ഒപെക് പ്ലസ് ഉടമ്പടി പ്രകാരം നിശ്ചിത ലക്ഷ്യത്തിന് താഴെയാണ് ഈ ഉൽപ്പാദനം. ഇന്ത്യ, ചൈന, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ കയറ്റുമതി ചെയ്താണ് റഷ്യ തങ്ങളുടെ സാമ്പത്തിക ബലം ഇപ്പോഴും നിലനിർത്തുന്നത്. 2025 എണ്ണ വിലയിൽ ഉണ്ടായ ഇടിവ്
റഷ്യയുടെ എണ്ണവാതക വരുമാനത്തെ 33.7% കുറച്ചിട്ടുണ്ടായിരുന്നു. 2023 ജനുവരി മുതലുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇങ്ങനെ. എന്നാൽ ബ്രിക്സ് രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യ, ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ചു വന്ന ഡിമാൻഡ് റഷ്യയുടെ എണ്ണ വിപണിയെ സജീവമാക്കി നിർത്തി. ഇന്ത്യ 2025 ജൂണിൽ 2 മുതൽ 2.2 മില്യൺ ബാരൽ, അതായത് ദിവസവും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്ത രാഷ്ട്രമാണ്. ഇത് സൗദി അറേബ്യ, ഇറാഖ്, UAE എന്നിവയെ വല്ലാതെ മറികടന്നുകൊണ്ട് റഷ്യൻ വിപണി കുതിച്ചുയരാൻ കാരണമായി. 2025 ജൂലൈയിൽ റഷ്യൻ ശാസ്ത്രജ്ഞർ വെഡൽ കടലിനടിയിൽ 511 ബില്യൺ ബാരൽ എണ്ണ ശേഖരം കണ്ടെത്തിയതായി പ്രഖ്യാപിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ 260 ബില്യൺ ബാരലിന്റെ ഇരട്ടിയിലധികമാണല്ലോ ഇത്. നോർത്ത് സീയിൽ 50 വർഷത്തിനിടെ വേർതിരിച്ചെടുത്ത എണ്ണയുടെ 10 ഇരട്ടിയാണ് ഈ ശേഖരം. ഈ കണ്ടെത്തൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള ഊർജ്ജ വിപണിയെ പുനർനിർമ്മിക്കാൻ സാധ്യതയുള്ളതാണ് എന്നത് ഒരിക്കൽ കൂടി പറയട്ടെ. എന്നാൽ 1959 നിലവിൽ വന്ന അന്റാർട്ടിക് ഉടമ്പടി പ്രകാരം ഈ ശേഖരം ചൂഷണം ചെയ്യുന്നത് വലിയ തടസ്സമുണ്ട്. അന്റാർട്ടിക്കയെ സമാധാനപരമായ ശാസ്ത്ര ഗവേഷണത്തിന് മാത്രമായി നീക്കിവെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. സൈനിക പ്രവർത്തനങ്ങളോ വിഭവ ചൂഷണമോ നിരോധിക്കുന്നതാണ് ഈ ഒരു ഉടമ്പടി. UK, ചിലി, അർജന്റീന എന്നിവ വെഡൽ കടലിൽ ഉൾപ്പെടുന്ന മേഖലയിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇവിടെയുണ്ട്. ഇത് ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. റഷ്യയുടെ ശാസ്ത്രീയ ഗവേഷണം എന്ന വാദം വിഭവ ചൂഷണത്തിലുള്ള മറയാണെന്നാണ് വിദഗ്ധർ സംശയിക്കുന്നത്. അന്റാർട്ടിക്കയിലെ എണ്ണയുടെ കണ്ടെത്തൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഗതിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ശേഖരം റഷ്യയുടെ യുദ്ധയന്ത്രത്തിന് കൂടുതൽ സാമ്പത്തിക ശക്തി നൽകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 2025 എണ്ണ വിലയിലുണ്ടായ ഇടിവ് റഷ്യയുടെ വരുമാനത്തെ ബാധിച്ചുവെങ്കിലും ബ്രിക്സ് രാഷ്ട്രങ്ങളിലേക്കുള്ള കയറ്റുമതി ഈ നഷ്ടം നികത്തിയിട്ടുണ്ട്. ചൈനയിലേക്കുള്ള റഷ്യൻ എണ്ണ കയറ്റുമതി സൗദി അറേബ്യ, ഇറാൻ എന്നിവയ്ക്കുമേൽ മത്സരവും കടുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുറഞ്ഞ വില റഷ്യയെ മുന്നിൽ നിർത്തുന്ന ഒരു ഘടകം തന്നെയാണ്. റഷ്യയുടെ നാഷണൽ വെൽത്ത് ഫണ്ട് 2025 മെയ് മാസത്തിൽ $6 ബില്യൺ കുറഞ്ഞത്. ട്രാൻസ് നെഫ്റ്റ് പൈപ്പ് ലൈനിലെ എണ്ണ ഒഴുക്ക് 2024 അപേക്ഷിച്ച് 2.8% കുറഞ്ഞു. എന്നിരുന്നാലും അന്റാർട്ടിക്കയിലെ എണ്ണ ശേഖരം റഷ്യയുടെ ഊർജ്ജശേഷിയെ വർദ്ധിപ്പിക്കുകയും പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അന്റാർട്ടിക്കയിലെ എണ്ണ ശേഖരം OPEC+ രാഷ്ട്രങ്ങളുമായുള്ള റഷ്യയുടെ മത്സരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. പ്രത്യേകിച്ച് OPEC+ നേതാവായി അറിയപ്പെടുന്ന സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം. 2025 51 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ പദ്ധതിയിടുന്നുണ്ട് ഈ സൗദി അറേബ്യ. ഇത് 2 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന കയറ്റുമതി തന്നെയാണ്. എന്നാൽ റഷ്യയുടെ കുറഞ്ഞ വിലയിലുള്ള എണ്ണ ചൈനയും ഇന്ത്യയും വിപണി വിഹിതം നേടുന്നുണ്ട്. 2025 ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. സൗദി അറേബ്യ, ഇറാഖ് എന്നിവയെ മറികടന്നാണ് റഷ്യ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്നത്. അന്റാർട്ടിക്കയിൽ നിന്ന് ഇപ്പോൾ കുഴിച്ചെടുത്ത ഈ നിധി, അതായത് ഈ എണ്ണ ശേഖരം വില കുറഞ്ഞ ഉൽപാദനം സാധ്യമാക്കുകയാണെങ്കിൽ ബ്രെറ്റ് ക്രൂഡ് വില കൂടുതൽ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് സൗദി അറേബ്യയുടെ വിഷൻ 2013 പദ്ധതിയെ ബാധിക്കുക തന്നെ ചെയ്യും. സൗദി അറേബ്യ 3 ബില്യൺ ബാരൽ ദിവസം അധിക ഉൽപാദനശേഷി ഉണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ പുതിയ ശേഖരം ഈ ആധിപത്യത്തെ എന്നേക്കുമായിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. 1959 അന്റാർട്ടിക് ഉടമ്പടി അന്റാർട്ടിക്കയെ വിഭവ ചൂഷണത്തിൽ നിരോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. വെഡൽ കടൽ, UK, ചിലി, അർജന്റീന എന്നിവയുടെ അവകാശവാദങ്ങളുള്ള മേഖലയുമാണ്. റഷ്യയുടെ സാന്നിധ്യം ഈ ഉടമ്പടിയുടെ ലംഘനമായിട്ട് കണക്കാക്കപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചൈനയുടെ 5ാമത്തെ ഗവേഷണ കേന്ദ്രം അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചത് റഷ്യ ചൈന സഖ്യത്തിന്റെ ഭാവി നീക്കങ്ങൾ സംശയത്തിന് ഇടയാക്കുന്ന പ്രധാനപ്പെട്ട ഘടകവുമാണ്. മാത്രവുമല്ല പരിസ്ഥിതി ആശങ്കകളും ഈ മേഖലയിൽ വർദ്ധിച്ചു വരികയാണ്. അന്റാർട്ടിക്കയിലെ എണ്ണ വേർതിരിക്കൽ പരിസ്ഥിതി ദുരന്തത്തിന് ഇടയാക്കാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ ത്വരിതപ്പെടുത്തുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അന്റാർട്ടിക്കയുടെ നൈസർഗികമായ സന്തുലനം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അന്താരാഷ്ട്ര സമൂഹം ഊന്നി പറയുന്ന ഒരു വിഷയമാണ്. റഷ്യയുടെ എണ്ണ കണ്ടെത്തൽ പാശ്ചാത്യ ശക്തികളുമായിട്ടുള്ള പ്രത്യേകിച്ച് US, UK പിരിമുറുക്കങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. റഷ്യ ചൈന സഖ്യം ബ്രിക്സ് രാഷ്ട്രങ്ങളിലൂടെ പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ആഗോളക്രമത്തെ വെല്ലുവിളിക്കുന്നതാണ്. ഉക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യയുടെ ഊർജ്ജ വരുമാനം യുദ്ധശേഷിയെ വർദ്ധിപ്പിക്കും. ഇന്ത്യ, ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങൾ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ ദുർബലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. സൗദി അറേബ്യയുടെ വിഷൻ 2013 എണ്ണ വിപണിയിലെ ആധിപത്യം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതാണ്. എന്നാൽ റഷ്യയുടെ പുതിയ ശേഖരം ഈ ലക്ഷ്യത്തിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയിലേക്കുള്ള സൗദി കയറ്റുമതി റഷ്യ, ഇറാൻ എന്നിവയുമായിട്ടുള്ള മത്സരത്തിൽ വിലവർധനവും നേരിടുന്നു. എന്തായാലും റഷ്യ ഇപ്പോൾ കണ്ടെത്തിയ നിധികുംഭം അവർ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക, അത് ആഗോള സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുക, ഇപ്പോഴും 3 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഇതെങ്ങനെ സ്വാധീനിക്കുമെന്ന കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.